ഇസ്രായേൽ നൽകിയ താഡ് പ്രതിരോധ സിസ്റ്റം തിരിച്ചു വാങ്ങണം എന്നുള്ള അഭിപ്രായവും ഇപ്പോൾ പ്രകടമാണ്. ഏറെക്കുറെ ഇസ്രായേലും അറബ് രാജ്യങ്ങളും അകന്നു നിൽക്കുന്നതിൻ്റെ അവസാനത്തെ ഉദാഹരണമായിട്ട് ഇതിനെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. താഡ് സിസ്റ്റം എന്ന് പറയുന്നത് അമേരിക്കൻ നിർമ്മിതമാണ്. 2022 ഓഗസ്റ്റ് മാസം 2-ാം തീയതിയാണ് ഈ സിസ്റ്റത്തിൻ്റെ നിർമ്മിതികൾ അല്ലെങ്കിൽ സ്ഥാപിച്ചത് സ്ഥാപിച്ചിരുന്നത്. 2021 അതിൻ്റെ കരാറുണ്ടായിട്ടുണ്ടെങ്കിലും 22 അത് അമേരിക്ക ക്ക് നൽകിയത്. 3.3 മുതൽ 3.5 ബില്യൺ ഡോളറിൻ്റെ കരാറാണ് ഈ 2 താഡ് സിസ്റ്റത്തിന് വേണ്ടി അമേരിക്കക്ക് നൽകിയത്. അബുദാബിയിലും അൽ റുവൈസ് എന്ന് പറയുന്ന ഓയിൽ ആൻഡ് എനർജി ഫെസിലിറ്റി ഏരിയയിലുമാണ് ഇത് സ്ഥാപിക്കപ്പെട്ടത്. രസം എന്താണ് എന്ന് ചോദിച്ചാൽ ഇതെന്തിനാണ് സ്ഥാപിച്ചത് എന്നതിനെ പറ്റി പറയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ചിരി വരിക. ഇറാൻ്റെ പ്രതിരോധം തീർക്കാൻ വേണ്ടി. ഇറാൻ ആക്രമിക്കുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കാനുള്ള ഡിഫൻസ് സിസ്റ്റമായിട്ടാണ് താഡിനെ കൊണ്ടുവന്നത്, അമേരിക്ക നൽകുകയും ചെയ്തത്. നല്ലൊരു കച്ചവടം അവിടെ നടന്നിട്ടുണ്ട് എന്ന് ചുരുക്കം. ഇപ്പോൾ രീതിക്ക് മാറ്റം വന്നു. ഇറാന്റെ ആക്രമണം ഉണ്ടാവില്ല, ഇറാനും അവരിപ്പോൾ ഒന്നിച്ച് നീങ്ങുന്നു. കാരണം വെച്ചാൽ ഇറാൻ ഇല്ലെങ്കിൽ അറബ് രാജ്യങ്ങൾ ഇല്ല. അത് 100% എഴുതി ചേർക്കാൻ പറ്റും. അറബ് രാജ്യങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങളെ പിടിച്ചെടുക്കാനുള്ള ഒരേ ഒരു തടസ്സം ഇറാൻ എന്ന് പറയുന്ന രാജ്യം മാത്രമാണ്. ഇറാനെ വെട്ടാൻ വേണ്ടി സാധിച്ചാൽ, ഇറാന്റെ പ്രതിരോധ സംവിധാനം തകർക്കാൻ വേണ്ടി സാധിച്ചാൽ, സൈനിക ബലം തകർക്കാൻ വേണ്ടി സാധിച്ചാൽ വളരെ എളുപ്പത്തിൽ അറബ് രാജ്യങ്ങളെ കീഴടക്കാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് സാധിക്കും. ഇസ്രായേൽ അതിനോട് ചേർന്ന് നിൽക്കുകയും ചെയ്യും. അപ്പൊ ഇപ്പോഴത്തെ നിലവിലെ വിഷയം, കഴിഞ്ഞ മാസമാണ് ഇപ്പോൾ ഒരു സംഭവം നടന്നത്. ഈ 2 താഡ് സിസ്റ്റം അമേരിക്ക തിരിച്ചു വാങ്ങി. എന്നിട്ട് എന്ത് ചെയ്തു? ഇവിടെ ഇസ്രായേൽ സ്ഥാപിച്ചു. എന്തിനാ ഇസ്രായേൽ സ്ഥാപിക്കുന്നത്? അവിടെയും വിഷയം ഇതാണ്, ഇറാന്റെ ആക്രമണം ചെറുക്കാൻ. അപ്പൊ ഇറാന്റെ ഏതെങ്കിലും ആക്രമണം ഉണ്ടാവുമെന്ന് അവർക്ക് ഉറപ്പാണ്. അപ്പൊ ഇറാന്റെ പേരാണ് പറഞ്ഞെങ്കിലും അവർ പ്രതീക്ഷിക്കുന്നത് ഹൂത്തികളുടെ ആക്രമണം. ഹൂത്തികളുടെ ആക്രമണം നിരന്തരം ഉണ്ടാകാണ്. ബാലിസ്റ്റിക് മിസൈൽ വെച്ചിട്ടാണ് അവരുടെ ഇസ്രായേലിന്റെ നിർമ്മിതമായിരിക്കുന്ന പ്രതിരോധ സംവിധാനമായിരിക്കുന്ന അയൺ ഡോമിനൊന്നും ഇതൊന്നും ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. ഇടിച്ച് പൊളിച്ചിട്ട് അവർ രാജ്യത്തേക്ക് അകത്തേക്ക് കയറുന്നു എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. അപ്പൊ അതുകൊണ്ട് അതിന് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ താഡ് സിസ്റ്റം അവർ ഉണ്ടാക്കിയത്. അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതിരോധം നിർബന്ധമായിട്ടും ആവശ്യമാണ്. അങ്ങനെ അമേരിക്കയോട് പറഞ്ഞ് അവസാനം കൊടുത്തത് തന്നെ തിരിച്ചു വാങ്ങേണ്ട സ്ഥിതി വിശേഷം ഉണ്ടായി. ടെർമിനൽ ഹൈ ആറ്റിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് താഡ്, അതാണ് അതിന്റെ സംവിധാനം. അമേരിക്കയുടെ മിസൈൽ ഡിഫൻസ് എനർജി ഏജൻസിയാണ്, എനർജി ഡിപ്പാർട്ട്മെന്റാണ് ഈ താഡ് സിസ്റ്റം നിർമ്മിച്ചത്. നമുക്ക് നോക്കാം. അമേരിക്കയിൽ 7 താഡ് സിസ്റ്റമാണ് ഇപ്പോൾ ഉള്ളത്. അത് 7 താഡ് നിലവിലുള്ളത്. അതിൽ ക്ക് 2 കൊടുത്തതിന് ശേഷമുള്ളതാണ് പറയുന്നത്. ക്ക് മാത്രമല്ല, യുടെ കൈവശത്തിൽ 2 സൗദി അറേബ്യയുടെ കൈവശത്തിൽ 7 14 16 ടോട്ടൽ ഉണ്ടായിരുന്നു. ബാക്കി ഇപ്പോൾ 9 വിറ്റു. പക്ഷേ ഇസ്രായേലിന് നൽകിയിട്ടില്ല. ഇസ്രായേൽ വായ്പയായിട്ട് വാങ്ങി. ഇപ്പോൾ ഈ വിലക്ക് വാങ്ങുകയാണെങ്കിൽ പണം കൊടുക്കണമല്ലോ. അപ്പോൾ വായ്പയായിട്ട് അവർക്ക് കൊടുക്കാൻ ഇവർക്ക് താല്പര്യമാണ്, തയ്യാറുമാണ്. അതുകൊണ്ട് വായ്പയായിട്ട് വാങ്ങി എന്ന് ചുരുക്കം. അപ്പോൾ യമനിൽ നിന്ന് ഇസ്രായേലിന് നേരെ ഹൈപ്പർസോണിക് മിസൈൽ ആക്രമണം തുടരുന്നതിനാൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്രായേൽ നിർമ്മിതമായിരിക്കുന്ന അയൺ ഡോമിന് സാധിക്കുന്നില്ല. അതിനാൽ തന്നെ താഡ് സിസ്റ്റം തന്ന് സഹായിക്കണമെന്ന് പല ഘട്ടങ്ങളിലും ഇസ്രായേൽ അമേരിക്കയോട് ആവശ്യപ്പെട്ടു. എന്നാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തിനും പ്രതിരോധ സംവിധാന കാര്യങ്ങളൊക്കെ വേണമല്ലോ. ഉള്ളത് ശേഷിക്കുന്നത് 7 അത് നൽകുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ്. അങ്ങനെ വരുന്ന സമയത്ത് പിന്നീട് അമേരിക്കയുടെ കുബുദ്ധിയല്ലേ, അങ്ങനെ ഐഡിയ തോന്നി നമ്മൾ കൊടുത്ത രാജ്യത്തെക്കുറിച്ചൊന്ന് അന്വേഷിച്ച് നോക്കാം. സൗദി അറേബ്യയോട് ആവശ്യപ്പെടുകയും സൗദി അറേബ്യ അത് നിരസിക്കുകയും ചെയ്തു. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്, ഫലസ്തീൻ ഇസ്രായേൽ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിരിക്കുന്നൊരു നിലപാടുള്ള രാജ്യമാണ് സൗദി അറേബ്യ. സൗദി അറേബ്യ കൃത്യമായിരിക്കുന്ന നിലപാട് ഉണ്ടായത് കൊണ്ടാണ് മറ്റ് അറബ് രാജ്യങ്ങളൊക്കെ അവരെ സപ്പോർട്ട് ചെയ്യുന്നത്. അതിൻ്റെ നിലപാടിൻ്റെ ആദ്യത്തെ നിലപാട് എന്ന് പറഞ്ഞാൽ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് ഹൂത്തി ആക്രമണത്തിന് തങ്ങളെ സഹായിക്കണമെന്ന് അമേരിക്കയുടെ പ്രസിഡന്റായിരിക്കുന്ന ജോ ബൈഡൻ ഈ സൗദി അറേബ്യയോട് ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ ആവശ്യപ്പെട്ടു. ചെങ്കടലിൽ അതിർത്തി പങ്കിടുന്ന രാജ്യം എന്ന നിലക്ക് അവിടെ നമ്മൾക്ക് എന്ത് ചെയ്യണം? അവരെ ഇല്ലാതാക്കണം, അത് ഹൂത്തികളെ ഇല്ലാതാക്കണം. അങ്ങനെ ആ സമയത്ത് എന്തുണ്ടായി? അവരുടെ കപ്പലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വളരെ സുതാര്യമായ രീതിയിൽ ഇസ്രായേലിലേക്ക് ആയുധം കടത്ത് നടത്താൻ വേണ്ടി സാധിക്കും. സൗദി അറേബ്യ പറഞ്ഞു അതിനോട് തങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല, സഹകരിക്കില്ല. മാത്രവുമല്ല അമേരിക്ക നിങ്ങൾക്ക് അവരെ കീഴ്പ്പെടുത്താൻ സാധിക്കുകയില്ല. അത് ഒരു വല്ലാത്തൊരു വാക്ക് അന്ന് മുഹമ്മദ് ബിൻ സൽമാൻ രാജാവ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു നിൽക്കുന്ന കാര്യം ഇങ്ങനെയാണ്: വളരെ എളുപ്പത്തിൽ തോന്നും, പക്ഷേ കീഴടക്കാൻ വേണ്ടി സാധിക്കുകയില്ല. ഒരുപാട് വർഷം സൗദിയും
അവർ തമ്മിൽ നേർക്കുനേരെ ഏറ്റുമുട്ടിയതാണ്. അതിൻ്റെ കൃത്യമായിരിക്കുന്ന സൈനിക ബലവും ശക്തിയും മനസ്സിലാക്കിയ സൗദി അറേബ്യ അപകടത്തിൽ പെടരുത് എന്നുള്ളൊരു നിർദ്ദേശം അമേരിക്കക്ക് നൽകുകയും ചെയ്തു. പക്ഷേ അമേരിക്കയാണ് ലോക സൈനിക ശക്തിയുള്ള രാജ്യമാണ്, എല്ലാ തന്ത്രങ്ങളും കൃത്യമായി പ്രയോഗിക്കാൻ പറ്റുന്നതാണ്, എല്ലാവിധ സാങ്കേതിക സംവിധാന കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം ഡെവലപ്പ് ചെയ്യാറുണ്ട്. അങ്ങനെ അവർ കീഴ്പ്പെടുത്താൻ ഈ കുഞ്ഞു രാജ്യമായിരിക്കുന്ന യമന് സാധിക്കും എന്ന് പറയുന്നതൊക്കെ സൗദി അറേബ്യ മണ്ടത്തരം പറയുന്നു എന്നായിരുന്നു അന്നത്തെ കമാൻഡർമാരുടെ വിലയിരുത്തൽ. യുദ്ധം തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റിംഗ് ഒരു വർഷം കൊണ്ട് മുച്ചൂട് മുടിച്ചു യമൻ അമേരിക്കയുടെ സൈനിക മേഖലയും കപ്പലിനെയും. ഏറ്റവും ഒടുവിൽ ഗത്യന്തരമില്ലാത്ത രീതിയിൽ അവിടെ നിന്ന് ഇട്ടെറിഞ്ഞ് പോരേണ്ട ഒരു സ്ഥിതി ഉണ്ടായി. അങ്ങനെ പോരാൻ വേണ്ടി സാധിക്കുകയില്ല. പോരാൻ വേണ്ടി സാധിച്ചാൽ പോരുന്ന സമയത്ത് വീണ്ടും ആക്രമണം ഉണ്ടാവും. അങ്ങനെ ഒമാനെ മധ്യസ്ഥത ആക്കിയിട്ട് ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയതിന് ശേഷമാണ് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയും യമനും തമ്മിലുള്ള വിഷയങ്ങൾ അവസാനിക്കുന്നത്. എന്താണോ സൗദി അറേബ്യ പറഞ്ഞത് അക്ഷരം പ്രതി അത് ഫലിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അറം പറ്റിയ പോലെ എന്നൊക്കെ നമ്മുടെ ഗ്രാമീണ ഭാഷയിൽ പറഞ്ഞാൽ അതാണ് അതിൻ്റെ ശരി. ഇപ്പോൾ അമേരിക്ക എന്ത് ചെയ്യുമെന്നറിയോ? UAE-യുമായിട്ടൊക്കെ വലിയ ബന്ധമാണ്. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ മാസം ഇവിടെ സന്ദർശിച്ചു. അറബ് രാജ്യങ്ങൾ സന്ദർശിച്ച സമയത്ത് ഏറ്റവും കൂടുതൽ സാമ്പത്തിക കരാർ ഉണ്ടാക്കിയത് UAE-യുമായിട്ടാണ്. അപ്പോൾ മറ്റുള്ള രാജ്യത്തിനെ അപേക്ഷിച്ചുകൊണ്ട് അവരാണ് ഏറ്റവും മുൻപതിൽ ട്രില്യൺ കണക്കിന് ഡോളറിൻ്റെ വിനിമയ നിക്ഷേപമാണ് ഇവരുമായിട്ട് അമേരിക്കയുമായിട്ട് UAE ഉണ്ടാക്കുന്നത്. അപ്പോൾ അവരുമായിട്ട് വലിയ ബന്ധമുണ്ട് എന്നതിനാൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഞങ്ങൾ തന്നിരിക്കുന്ന താട് പ്രതിരോധ സംവിധാന സിസ്റ്റം തിരിച്ചു തരണം, എന്നിട്ട് അതെന്ത് ചെയ്യണം? ഇസ്രായേലിന് കൊടുക്കണം. അവർ അങ്ങനെ തന്നെ എന്താണ് കരാറുണ്ടാക്കിയത് എന്നതിനെക്കുറിച്ചോ സാമ്പത്തികം തിരിച്ചു നൽകിയോ എന്നതിനെക്കുറിച്ചുള്ള ഒരു വിവരം പുറത്തു വന്നിട്ടില്ല. അതൊക്കെ അതീവ രഹസ്യമാണ്. അന്താരാഷ്ട്ര മീഡിയയിൽ വളരെ അപൂർവമായ രാജ്യങ്ങൾ മാത്രം, അപൂർവമായിരിക്കുന്ന ചാനലുകൾ മാത്രമാണ് ഇത് വന്നത് റിപ്പോർട്ട് ചെയ്തു. കാരണം ഇതിനൊരു ഔദ്യോഗിക പരിവേഷമില്ല എന്നതിനാൽ. ഏതായിരുന്നാലും സിസ്റ്റം എന്ത് ചെയ്തു? അയച്ചെടുത്തു, അല്ലെങ്കിൽ അതിൻ്റെ സംവിധാന കാര്യത്തോട് കൂടി ഇസ്രായേലിനെ കൊണ്ടുപോയി. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ് ഇറാനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് എന്നാണ്. യഥാർത്ഥത്തിൽ ഇറാൻ അല്ല പ്രതിരോധിക്കുന്ന ഹൂത്തികളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ്. ഹൂത്തികൾ അതിന് ശേഷം അവിടെ ആക്രമണം നടത്തി. അതിൻ്റെ കാര്യങ്ങളൊക്കെ അവർ അതിൻ്റേതായിരിക്കുന്ന ഭംഗിക്ക് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് UAE-യോട് പറഞ്ഞിരിക്കുന്ന കാര്യം, അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളോട് മുമ്പേ ഇവർ പറഞ്ഞിരിക്കുന്ന കാര്യം, നിങ്ങളുടെ പ്രതിരോധ സംവിധാനത്തെപ്പറ്റി നിങ്ങൾ എന്ത് പേടിക്കണം, ഏത് രാജ്യം ആക്രമിച്ചാലും ഞങ്ങളുണ്ടല്ലോ എന്നുള്ളത്. ഇപ്പോൾ ഉള്ള പ്രശ്നം, ഒരു ഭയം ഇപ്പോൾ UAE-ക്ക് വരെ ഉണ്ട്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ആകെയുള്ള പ്രതിരോധ സിസ്റ്റം അയച്ചു കൊടുത്തു. ഇനിയാണെങ്കിൽ ഇസ്രായേൽ UAE-യുമാണെങ്കിൽ ആക്രമിക്കാൻ വേണ്ടി സാധിക്കും. ഖത്തറിനെ ആക്രമിച്ച UAE-ക്ക് എന്തുകൊണ്ട് മറ്റുള്ള അറബ് രാജ്യങ്ങൾ ആക്രമിക്കാൻ വേണ്ടി സാധിക്കുകയില്ല? ഞങ്ങൾ ഇനി ഒരു അറബ് രാജ്യത്തെയും ആക്രമിക്കില്ലെന്ന് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹു അങ്ങനെ കരാർ നൽകിയിട്ടുണ്ടോ? ഇനി ആക്രമിക്കുകയില്ല, ഇനി അത്തരം സംഭവങ്ങൾ ഉണ്ടാവില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ആ പറഞ്ഞ വാക്കിനെ ഖത്തർ തള്ളി. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ട്രംപ് ഇത് പറഞ്ഞതിന് ശേഷവും ഖത്തറിൻ്റെ അകത്ത് ഹമാസ് ഉണ്ടെങ്കിൽ തങ്ങൾ ആക്രമിക്കുമെന്ന് വീണ്ടും പറഞ്ഞിട്ടുണ്ട്. ഖത്തറിൻ്റെ അകത്ത് ഹമാസ് ഉണ്ടെന്ന് ഉറപ്പ് തന്നെയാണ്. അത് കൃത്യമായ രീതിയിൽ ഇതിന് മുൻപേ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ എന്ന് ഖത്തർ എന്നോട് ചോദിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഹമാസിനെ ഇല്ലാതാക്കുക എന്നുള്ളത് മാത്രമല്ല ഖത്തറിനെ ആക്രമിക്കുന്നത് കൊണ്ട് നെതന്യാഹു ലക്ഷ്യമാക്കുന്നത് അറബ് രാജ്യത്തെ കൊണ്ട് പേടിപ്പിച്ച് നിർത്തുക എന്ന് വെച്ചാൽ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് സഹായ കാര്യങ്ങൾ നൽകുന്നുണ്ട് എന്ന് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട് എന്നാണ് ഈ ഇസ്രായേലിൽ നിന്നുള്ള ഈ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് അവർക്ക് വലിയ പ്രതിരോധം ഉണ്ടാക്കണം. കാരണം ഈ ഒരു അക്രമം മുൻകൂട്ടി അമേരിക്ക കണ്ടിട്ടുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് താഡ് സിസ്റ്റത്തെ അയച്ചു മാറ്റിയത്. അതല്ലെങ്കിൽ ഇങ്ങനൊരു അക്രമം ഉണ്ടാവില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ പ്രതിരോധത്തിൻ്റെ കാര്യമില്ലല്ലോ. കാര്യം എന്ന് വെച്ചാൽ ഹൂത്തികൾ ഇല്ലാതാക്കാനും അതേ പ്രതിരോധം ഉണ്ടാക്കാനും വേണ്ടിയിട്ടും ഞങ്ങൾക്ക് സാധിക്കുന്ന പല ഘട്ടത്തിലും ഇസ്രായേൽ പറഞ്ഞിട്ട് അതിന് സപ്പോർട്ട് ചെയ്താൽ മതി. അങ്ങനെയല്ല ചെയ്തത്. പകരം എന്ത് ചെയ്തിട്ട് ഒരു വലിയ യുദ്ധം, മാരകമായിരിക്കുന്ന ഒരു യുദ്ധം, ഇസ്രായേലിന് വല്ലാത്ത രീതിയിൽ മുറിവേൽക്കുന്ന ഒരു യുദ്ധം വരാൻ പോകുന്നു. അല്ലതിൻ്റെ പിറകിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംവിധാനങ്ങളും ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളത് ഇസ്രായേലിന് അറിയാവുന്നതാണ്. അമേരിക്കക്കും അതറിയാം. അതെങ്ങനെ ഏതാണെന്നുള്ളത് ഇപ്പോഴും രൂപം കിട്ടിയിട്ടില്ല. പക്ഷേ പിന്നാമ്പുറത്ത് ഇസ്രായേലിനെതിരെ ഒരു വലിയ രീതിയിലുള്ള സൈനിക സംവിധാനം ഒരുങ്ങുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് വലിയ ഭയപ്പാടിലാണ്. അതിനാൽ തന്നെ ഉള്ളതെല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട് പരമാവധി നാശം ഉണ്ടാക്കുന്ന മുഴുവൻ നാശം ഉണ്ടാക്കുക, പരമാവധി ആളെ കൊല്ലുകയാണെങ്കിൽ കൊല്ലുക, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ വീണ്ടും ആക്രമിക്കുമെന്ന് ഖത്തറിനോട് ഈ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി പറയുന്നതിന് പകരം തങ്ങൾക്ക് എന്തുകൊണ്ട് അവിടുത്തെ ഹമാസിൻ്റെ നേതാക്കളെ കൊല്ലാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നതിനെക്കുറിച്ചൊരു വിശദീകരണ കുറിപ്പ് പോലും ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി കൊടുത്തിട്ടില്ല. കാരണം അവരുടെ കൈവശത്തെ ഇല്ല. കാരണം ചോർന്നു പോയിട്ടുണ്ട്, മൊസാദിൻ്റെ കൈവശത്ത് ചോർത്തിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു കക്ഷി അതിലേക്ക് ഉദയം ചെയ്തിരിക്കുന്നു. അത് തുർക്കിയാണ്. തുർക്കിയുടെ വലിയ രീതിയിലുള്ള ഇന്റലിജൻസ് വിഭാഗമാണ് ഇത് ചോർത്തിയെടുത്തത് എന്നുള്ളത് കൃത്യമായി പറഞ്ഞു. ലോകരാജ്യങ്ങളൊക്കെ അത് അംഗീകരിച്ചു. ഇസ്രായേലിൻ്റെ പത്രങ്ങൾ തന്നെ അത് എഴുതുകയും ചെയ്തു.
അപ്പോൾ ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായിരിക്കുന്ന കാര്യം, അല്ലെങ്കിൽ UAE ഇപ്പോൾ ആലോചിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന്, നൽകിയ താഡ് സിസ്റ്റം പ്രതിരോധ സംവിധാനം തങ്ങളുടെ രാജ്യത്തിന് ആവശ്യമുണ്ട്, അത് തിരിച്ച് വാങ്ങണം എന്നുള്ള ഒരു അഭിപ്രായം ഔദ്യോഗികമല്ലെങ്കിൽ പോലും ഇപ്പോൾ UAEയുടെ അകത്ത് പ്രകടമാണ് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.